സ്വർണ്ണവില കുതിച്ചുയരുന്നതോടെ നേട്ടം കൊയ്യുകയാണ് വായ്പാ കമ്പനികൾ. സ്വർണ്ണ വായ്പാ മേഖല കഴിഞ്ഞ വർഷങ്ങളിലായി 30 മുതൽ 40% വരെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു റീറ്റെയിൽ വായ്പാ വിഭാഗങ്ങളെക്കാൾ വേഗത്തിലാണ് ഈ വളർച്ച. സ്വർണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ നേട്ടം കൊയ്യുകയാണ് സ്വർണ്ണ വായ്പാ കമ്പനികൾ. സ്വർണ്ണ വായ്പാ മേഖല കഴിഞ്ഞ വർഷങ്ങളിലായി 30 മുതൽ 40% വരെ വളർച്ച രേഖപ്പെടുത്തിയിരുന്നു. മറ്റ് റീറ്റെയിൽ വായ്പാ വിഭാഗങ്ങളെക്കാൾ വേഗത്തിലാണ് ഈ വളർച്ച. സ്വർണ്ണവിലയുടെ കുതിപ്പ് ഇന്ത്യയിലെ സ്വർണ്ണ വായ്പാ കമ്പനികൾക്ക് വേഗത്തിലുള്ള വായ്പാ വളർച്ചയ്ക്കും വിപണി വികസനത്തിനും വലിയ അവസരമായി മാറിയിരിക്കുകയാണ്. ഔൺസിന് ഏകദേശം $5200 വരെ ഉയർന്ന സ്വർണ്ണവില കഴിഞ്ഞ 6 തവണകളിൽ ഏകദേശം 6% വർധനയും ഈ വർഷം ഇതുവരെ ഏകദേശം 20% നേട്ടവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനുവരിയിലെ റെക്കോർഡ് വിലയായ $5595 നിന്ന് സ്വർണം ചെറിയ ഇടിവ് നേരിട്ടെങ്കിലും വില വീണ്ടും $5000 മുകളിൽ എത്തിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ച ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് നിലവിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഡോളർ മൂല്യം ഇടിയുമോ എന്ന ആശങ്കയിൽ സ്വർണത്തിൽ നിക്ഷേപം കൂടുന്നതോടെ വിലയും കുതിക്കുകയാണ്. ചെറുകിട വായ്പകളിൽ ഏകദേശം 10% പങ്ക് സ്വർണ്ണ വായ്പകൾക്കാണ്. ഭവന വായ്പ കഴിഞ്ഞാൽ ചെറുകിട വായ്പകളിൽ ഏറ്റവും വലിയ വിഭാഗമായി ഇപ്പോൾ സ്വർണ്ണ വായ്പ മാറിയിട്ടുണ്ട്. ഉയർന്ന മൂല്യമുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട സ്വർണ്ണ വായ്പകൾ ഒഴിവാക്കിയാൽ ബാങ്കുകളുടെ ചെറുകിട വായ്പാ വിഭാഗത്തിൽ ഏകദേശം 14 മുതൽ 15% വരെ പങ്ക് സ്വർണ്ണ വായ്പാ വിഭാഗത്തിനാണ്. ഇതിൽ തന്നെ മൊത്തം ഗോൾഡ് ലോണുകളുടെ മൂല്യത്തിൽ ഏകദേശം 45 മുതൽ 50% വരെ NBFCകളുടെ പങ്കാണ്. വായ്പകളുടെ എണ്ണം നോക്കുകയാണെങ്കിലും NBFCകൾക്ക് 45 മുതൽ 50% വരെ പങ്കാളിത്തമുണ്ട്. 2025 നവംബർ വരെ സ്വർണ്ണ വായ്പാ വളർച്ച ഏകദേശം 42% ഉയർന്നു. ഈ സമയത്തുണ്ടായ സ്വർണ്ണവിലയിലെ വർധനവാണ് ഇതിന് പ്രധാന കാരണം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി സ്വർണ്ണ വായ്പാ വളർച്ച വ്യക്തിഗത വായ്പകളുടെ വളർച്ചയേക്കാൾ ഇരട്ടിയിലധികം വേഗത്തിലാണ് നടന്നത്. അതിനാൽ ഉയർന്ന ചെലവുകളും കടബാധ്യതകളും നിറവേറ്റാൻ ആളുകൾ വ്യക്തിഗത വായ്പകൾക്ക് പകരം സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നതിലേക്ക് മാറി. എന്നാൽ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്വർണത്തിൽ വെറും 8% മാത്രമാണ് വായ്പ വയ്ക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ സ്വർണ്ണ വായ്പാ കമ്പനികൾക്ക് ഇനിയും വളർച്ചാ സാധ്യത മുന്നിലുണ്ടെന്ന സൂചനയും കാണാനാകുന്നുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.